ലാൽ കൃഷ്ണനാണ് വിശദാംശങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നത്. ലാൽ, പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന ജില്ലകളിലൊന്നായി മാറിയിരിക്കുന്നു എന്നതാണ്. 46ലേക്ക് കടക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 45.12% എന്നുള്ളതാണ്. പാലക്കാട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ നേരിടുന്ന ഒരു ഇടം കൂടിയാണ്. ഇവിടുത്തെ ജനപ്രതിനിധി എവിടെയാണ് എന്ന ചോദ്യം, ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ മികച്ച പോളിംഗ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഉച്ച സമയത്ത് കാണാൻ കഴിയുന്ന കാഴ്ച എന്താണ്? രാവിലെ മുതൽ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും കാണുമ്പോൾ തന്നെ വലിയ തിരക്കുകൾ പ്രകടമായിട്ടുള്ള ഇടമായിരുന്നില്ല പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട ഈ തിരഞ്ഞെടുപ്പ് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടിൻ്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധി, അതായത് പാലക്കാട് MLA വോട്ട് ചെയ്യേണ്ട ബൂത്തിൽ തന്നെയാണ് ഉള്ളത്, നഗരത്തിൽ തന്നെയാണുള്ളത്. ഇത് പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിവിഷനാണ്. 24 നമ്പർ ഡിവിഷനിലെ കുന്നത്തൂർ മേട് എന്ന് പറയുന്ന ഡിവിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വോട്ടിംഗ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പ്രകടമായൊരു തിരക്ക് നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. നേരത്തെ അനുജ പറഞ്ഞ പോലെ വലിയ രീതിയിൽ പോളിംഗ് ഉയരുന്ന ഒരു മേഖല കൂടിയാണ്. 50നോട് അടുക്കുകയാണ് പാലക്കാട് ജില്ലയിലെ മൊത്തത്തിലുള്ള പോളിംഗ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വാശിയൊരു പോരാട്ടം ജില്ലയിൽ പ്രകടമായി തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നൊരു കാര്യം കൂടിയുണ്ട്. അതായത് തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു പോരാട്ടമാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ പോരാട്ടത്തിൽ വീര്യത്തിൽ മുന്നിലുള്ളതെന്ന് പറയാൻ. കഴിഞ്ഞ 2 ടൈം തുടർച്ചയായിട്ട് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട്. ഇത്തവണ മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കണം എന്ന ഒരു വീറുറ്റ വാശിയിൽ തന്നെയാണ്. അതിനിടയിൽ ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ പാലക്കാട് ജില്ല കണ്ടിട്ടുണ്ട്. മുന്നണികളുടെ മാറ്റം, മുന്നണിയിലെ നേതാക്കളുടെ മാറ്റം, അതോടൊപ്പം പാർട്ടി മാറുന്ന നേതാക്കൾ അവർ രാഷ്ട്രീയ നിലപാടുകളിൽ ഉണ്ടാകുന്ന മാറ്റം, ഒടുവിൽ പാലക്കാട് ജില്ലയെ പിടിച്ചുലിച്ചുകൊണ്ട് പാലക്കാട് MLAയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ MLA വോട്ടിങ്ങിന് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള പോളിംഗ് നമുക്ക് പലയിടങ്ങളിലും പ്രകടമായി കാണുന്നുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമന്യേ ഈ പോളിംഗ് വിഷയങ്ങളും മറ്റു കാര്യങ്ങളും കാണുന്നുണ്ട്. നിലവിൽ സ്ത്രീ വോട്ടർമാരടക്കമുള്ള ആളുകളുടെ പ്രകടമായിട്ടുള്ള സാന്നിധ്യം കൊണ്ടാണ് പോളിംഗ് ശതമാനം ഉയർന്നത്. ജില്ലയിൽ പൊതുവെ ഉച്ച കഴിഞ്ഞിട്ടാണ് കൂടുതൽ വോട്ടിംഗ് രീതി കാണാറ്. അതായത് രാവിലെയും ഉച്ച കഴിഞ്ഞിട്ടുമാണ് വോട്ടിംഗ് പെർസെൻറ്റേജ് ഉയർന്ന് കാണുന്ന ഒരു പ്രകൃതമുള്ളത്. അത് രാവിലെയും വൈകിട്ടുമായി തന്നെ പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടായിരുന്ന വളരെ വലിയൊരു തിരക്ക് പിന്നീടത് നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൂട്, കാലാവസ്ഥ അനുകൂലമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിരുന്നാൽ പോലും പോളിംഗിൽ അത് വലിയ രീതിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന മറ്റൊന്നുമില്ല. 2 ബൂത്തുകളാണ് നമ്മൾ നിലവിലുള്ള ഈ സ്കൂളിലുള്ളത്. അതിലൊരു ബൂത്തിൽ സാമാന്യം തിരക്ക് ആളുകളുണ്ടെങ്കിൽ മറ്റൊരു ബൂത്തിൽ ആളുകളില്ലാത്തൊരവസ്ഥ കൂടിയുണ്ട്. എന്നിരുന്നാൽ പോലും പോളിംഗ് ഉയരുന്ന ഒരു നില, അതായത് 50% അടുക്കുന്ന പോളിംഗ് ആണ് നിലവിൽ ഇവിടെയുള്ളത്. മറ്റേ പല കേന്ദ്രങ്ങളിലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ തന്നെ ഇപ്പോഴും ഇത് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 2ാം നമ്പർ ബൂത്താണ് കുന്നത്തൂർമേട്ടിലുള്ളത്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടം MLAയുടെ വോട്ടുള്ളത്. വൈകിട്ടോടുകൂടി MLA വോട്ട് ചെയ്യാൻ എത്തും എന്നുള്ള കാര്യം തന്നെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതെല്ലാം കണ്ടറിയേണ്ട കാര്യമാണ്. പോളിംഗ് ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ്. വോട്ട് ചെയ്യാൻ എത്തേണ്ടെന്ന ബൂത്തിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ് ലാൽകൃഷ്ണൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.